ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനസ് ടോക്കി. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നേരത്തെ ചെയ്തത് അത്രക്കം കണ്ട് പോരാം എന്ന് തോന്നിപ്പോയി. എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഇന്നും സി എസ് ആണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സി എസ് കളിക്കാൻ പോവുകയാണ്. പിന്നെ ആരും വിളിക്കുമ്പോൾ കണ്ട് വരില്ല ഗൈസ്, എൻ്റെ പാട്ട് ഗൈസ്. സ്റ്റാർട്ട് ചെയ്തു പോവാം ഗെയിം പ്ലേയിലോട്ട്. ഇന്ന് ഞാൻ ഇച്ചിരി പ്രോയാണ് ഗൈസ്, ലേശം പ്രോയാണ്. കാരണം വരലുമ്പോൾ പൗണ്ടർ കിട്ടും. ഇച്ചിരി പ്രോ ആവാലോ, ആയിക്കൂടെ, ആവണമല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ G8 ആണ് എടുത്തത്. പിന്നെ അധികം ഒന്നുകൊണ്ട് പറയാൻ വെക്കണി എന്താ നല്ല ഗൈസ്. നേരെ കയറിച്ചല്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് വരവ്. പിന്നെ ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് പറയണ്ട, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരാം. ഈ കയ്യിൽ തോക്കെടുത്താൽ ഇതാണ് ഗൈസിൻ്റെ പ്രശ്നം. കയ്യിൽ തോക്കേണ്ട പോകില്ല. പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നൽകും. ഞാൻ മാക്സിമം ഹെഡടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആവണം ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് ഹെഡ് വരും. പക്ഷെ ഇത് ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് പറയുക, ഇടയ്ക്കൊരു സ്റ്റക്കുണ്ട്. അത് നീ നേരെ ആയിക്കോളൂ. ഇടയ്ക്കൊരു സ്റ്റക്കാണ്. പയ്യെ പയ്യെ നേരെ ആയിക്കോളും. ആവില്ലേ, ആവണമല്ലോ. ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്, അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എന്തൊക്കെ ആ കില്ല് ഞാൻ മെല്ലെ ഇങ്ങ് കുമ്മിയെടുത്തു, കണ്ടടിച്ച്. ശേഷം പ്രോയാണ്, ലേശം പ്രോയായിപ്പോയി. അപ്പോൾ നമ്മൾ മാർക്ക് സ്കോറിങ്ങൊക്കെ നോക്കട്ടെ. കുത്തിപ്പൊടി എടുക്കാം. MAG7 അതന്നെ. സ്കോറിങ് നോക്കാം. തന്നെ 2 കില്ല് ഗൈസ്. അല്ലേ പ്രോയായി അട്ടന്നെ ഗൈസ്. അത് കയറി വന്ന് അവിടെ വിളവായിട്ട് കല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഈ ചങ്ങായിമാർ വന്ന് അടിക്കും. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. എല്ലാണ്ട് കയറി ചെന്നു. അങ്ങനെ പതിവില്ല ശരിക്കൊക്കെ അങ്ങനെ കയറി ചെല്ലില്ല എന്ന് സുഖം കിട്ടിയിടാൻ എന്നോടാ കളി. നമ്മളെ മുന്നേ മറ്റേതാണ്. പക്ഷേ ഇന്നത്തെ കാര്യം നോക്കാനെ തീർത്ത് പൈസ തീർത്ത്. അവനൊക്കെ കാരണം എന്ത് ലാഗം നോക്കുക ഗൈസ്. സ്റ്റെക്കോട് സ്റ്റെക്ക് ഒരു പ്രശ്നമാണ്. സ്റ്റെക്കൊക്കെ നേരാക്കണം. അതിന് എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താലല്ലേ പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടുമ്പോഴല്ലേ സ്റ്റെക്കൊക്കെ മാറ്റാൻ നമുക്ക് ഒരു ഡിവൈസൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. ഡിവൈസ് നമ്മളിപ്പോൾ സാധാ മൊബൈലിൽ നിന്ന് കളിക്കുന്നത് അതിനാത്രമായിട്ടില്ല. ഈ കളി നമ്മൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ഈ കളി എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൈക്കൊക്കെ വാങ്ങണം. മൈക്കിൻ്റെ റേറ്റൊക്കെ നോക്കണം, നോക്കിയിട്ടിരിക്കാം. ഞാൻ ഈ കളി ഞാൻ എടുക്കുമെന്ന് തോന്നുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട തോക്കല്ല, എന്നാലും ഞാനത് എടുത്തു. കാരണം മറ്റവനെ ഇത് വെടിപ്പ് കണ്ടിട്ട് ഞാൻ സാറ്റിസ്ഫാക്ഷനായി. പക്ഷെ എൻ്റെ ഓട്ടം നോക്ക്, കുടുങ്ങി. അപ്പോൾ അത് നോക്കിയാൽ ഒന്നും വിഷയക്കണ്ട. ഈ കളി എടുക്കാൻ സാധ്യതയില്ല. പിന്നെ പോണ് മറ്റേ കയറി ചെല്ലാൻ കണ്ടപ്പോൾ ഇക്കും കയറി ചെല്ലാൻ തോന്നി. അതുകൊണ്ട് ഞാനും പോയി.
ഞാൻ അടുത്ത് ലോട്ട് മൊത്തം ഞാൻ അടുത്ത് ഓട്ടാൻ ഉൾക്കട്ടം കണ്ടു എല്ലാം പിന്നെ റെഡ് അടിച്ചിട്ട് കൈസോൻ്റെ പക്ഷേ പൊക്കും ഞാൻ പറഞ്ഞതല്ലേ കൈസോ പൊക്കിയിരിക്കും പറഞ്ഞത് അതാണ് കൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ പൊക്കാൻ നിർത്തട്ടെ നമ്മൾ അങ്ങോട്ട് പൊക്കി കൊടുക്കേണ്ടി വരും അല്ലാതെ ഇങ്ങോട്ട് പൊക്കലുണ്ടാവില്ല ഇത് 2ാം സ്ഥാനത്തെയാണ് എനിവേ 3 കില്ല് എന്നെ കൊണ്ടുതന്നെ വയ്യ പക്ഷേ ഇവനോട്ട് ലാസ്റ്റുള്ള എല്ലാ റൗണ്ടും എടുക്കണ് കളി കണ്ടി ഞാൻ നടക്കുള്ള പക്ഷെ ലൈക്കാണ് ഇട്ട് കൊടുത്ത് എല്ലാം പിന്നെ നോക്ക് ഗൈസ് നോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിനെ ഞാൻ കുത്തിപ്പൊടി എടുത്ത് MAG7 അങ്ങനെ ഈ സ്ഥലത്തു നിന്നൊക്കെ കുത്തിപ്പൊടിൻ്റെ ആവശ്യമാണ് ഗൈസ് ഹെഡൊക്കെ എനിക്ക് റൂം കളിക്കുമ്പോഴാണ് ഹെഡ് അടിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ ഇതാണെങ്കിൽ ഒരു സുഖമില്ലായ്മ അത് പ്ലേസിനൊക്കെ ആണെങ്കിൽ ഹെഡ് അടിക്കാൻ ഇതുണ്ട് അത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഒരുത്തം കയറി ഒന്ന് കൊടുത്തു മറ്റോ ഒളിച്ചു നിന്നിങ്ങനെ നല്ല അറ്റാക്ക് ചെയ്യുന്നു ഉണ്ടാകേണ്ട കെട്ടി ഒരു ഉണ്ടോന്നേ ഓനെ അടുക്കും ഞാൻ എടുക്കും അപ്പോൾ 4 ഇല്ല ഞാൻ എൻ്റെ ഒരു കാര്യം പിന്നെ നൂപന്മാരും അത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അടുത്ത റൗണ്ട് കാണിച്ചില്ല ഞാൻ നൂപാണ് അടുത്ത റൗണ്ട് ഞാൻ മൊത്തം സ്കില്ലാണ് കൊടുത്തത് പക്ഷേ സ്കില്ല് എടുക്കുമെന്ന് അറിയില്ല ഫുൾ സ്കിൽ തുടങ്ങണേ നല്ല അർത്ഥം തുടങ്ങണമെങ്കിൽ അതിന് സ്കില്ലൊന്നും ചെയ്യാം എനിക്ക് തോക്ക് ഇഷ്ടമല്ല എന്നാലും ലാങ് ഷോട്ടൊക്കെ പോകുന്നുണ്ട് സ്നൈപ്പറിൻ്റെ മോൻ അപ്പോൾ നമ്മൾ സ്നൈപ്പറിൻ്റെ മോനെയാണ് കൈ വെച്ചാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഇരുമി വരുന്ന കാലച്ച് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ ഇവിടെ കൂടെ കൊടുത്തില്ല ഇവിടുന്ന് റിവൈവ് ചെയ്തിട്ട് എന്താ കാര്യം ഗൈസ് പൊങ്ങിയിട്ട് എന്താ കാര്യം പോകാൻ പറ്റും നോക്കണമെന്നുണ്ട് പക്ഷെ അപ്പോൾ ചത്ത് എൻ്റെ കില്ലും പോയി കള്ള ഇബിലീസ് കണ്ട വയസ്സിൻ്റെ സ്കില്ല് പിന്നെ എന്നോടാ കളി എല്ലാവരും ഡബിളാണ് എടുത്തത് കുത്തിപ്പൊടി ഞാനത്ര UMB പ്രോ സ്കില്ല് കണ്ട ഗൈസ് ഫസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ സാധാരണ പിന്നെ സ്കില്ലിൻ്റെ ഇടക്ക് ഇടക്കൊക്കെ ഇച്ചിരി ഇമോട്ട് ഇടും പക്ഷെ ഇവിടുന്ന് ഇട്ടാലേ ഇത് തല കൊണ്ട് പൊളിയും കുറച്ചുകൂടി മാറി നടാം ഇവിടുന്ന് ഇടാം ഇടാത് അത് തന്നെ പോട്ടെ ചത്ത് കൊടുക്കട്ടെ പെട്ടെന്ന് ഉണ്ട് എങ്ങനെയുണ്ട് ഈ പൊട്ടാൻ അപ്പോൾ ബ്ലൂ ആയിട്ട് എന്നെ ഇവിടെ കൊടുത്തി അതാ ബാക്കിൽ അടി കിട്ടി അവിടെ ഞാൻ ഡാം കൊടുത്തടാ പക്ഷെ മറ്റോ കില്ല് പൊങ്ങി കാര്യമില്ല ഡാം എടുത്തിട്ടും മറ്റോ കില്ല് മീനിങ്ങില്ല വെള്ളം നോക്ക് ഇവിടെ നീ നോക്കിട്ടെ നോക്ക് എന്തൊരാക്കലോടോ ഇങ്ങോട്ട് വെള്ളനെ ജയിച്ചതും മുമ്പോ എന്താ ഇപ്പോൾ 26 ഗൈസ് ഇതിങ്ങനെ കുറയുന്നു കൊടുന്നു ഇതെന്നെ പണി 25 26 ഇതാണ് ഗൈസ് പണി ഇങ്ങനെയൊക്കെ ഓരോരോ കഥ പിന്നെ ഇതേതാ എടുക്കാൻ സമയമില്ല കാരണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗൈസ് ഈ വീഡിയോ വൈൻഡപ്പിംഗ് ഒക്കെ എങ്ങനെയെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല വീഡിയോ തുടങ്ങണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെന്താ പറയാനുള്ളത് ഇതൊക്കെ ചെയ്യാണ്ട് മാക്സിമം ലൈക്ക് അടിക്കാൻ നോക്കി ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്ക് ഇത് ഞാനല്ലേ വെറുതെ പറഞ്ഞതാ അപ്പോൾ ഗൈസ് എവിടെ പറഞ്ഞു നിർത്തി അതന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ടാറ്റാ